തണ്ണിമത്തൻ വാങ്ങി അതിൻ്റെ ഉള്ളിലത്തെ മാംസം എടുത്ത് മിക്സിയിൽ മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നല്ലോണം കറക്കി ജ്യൂസാക്കി എടുത്തതിന് ശേഷം കണ്ടോ എല്ലാം വെട്ടി ഫുള്ളായി. ഇനി അതിൻ്റെ മിക്സിയിലിട്ടൊന്ന് കറക്കി ജ്യൂസായി കിട്ടും. 2 കറക്കിയ ജ്യൂസായി. ഈ ഐസ് ഉണ്ടാക്കുന്ന മോഡുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു. ഞാനത് മറന്നുപോയി അതിലൊഴിക്കുന്നത് കാണിക്കാനായിട്ട്. ഇതാണ് ഐസ് എൻ്റെ മോഡ്. അത് അതിലൊഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. 24 മണിക്കൂർ വയ്ക്കണം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഐസായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഈ വേനൽക്കാലത്തൊക്കെ ഐസ് കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണ്ട. ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ചു. അതിപ്പോൾ രാവിലെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുകയാണ്. ഇത് ഒന്ന് പൈപ്പിൽ വെള്ളത്തിൽ തുറന്നിട്ട് ഒന്ന് അതിൻ്റെ തണവ് കളഞ്ഞാൽ നമുക്ക് എടുക്കാൻ കിട്ടുള്ളൂ ഐസ്. ഇതാണ് ഐസ്. ഇങ്ങനെ ഇരിക്കും ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ സുഖമാണ്. നമ്മൾ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല അതിൽ, വേറെ കെമിക്കലൊന്നുമില്ല. പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതൊക്കെ ചേർക്കും അവർ. ഇത് ഇങ്ങനെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കൂടുതൽ മധുരം വേണമെന്നുള്ളൊരു പഞ്ചസാരയോ മറ്റുള്ളത് ഇടുക. ഇതിൽ ആ കറുത്ത് കാണുന്ന ചിയ സീഡാണ്, അത് ഇട്ടിട്ടുണ്ട്. ചിയ സീഡ് ഇട്ടിട്ടുണ്ട് വെള്ളത്തിലിട്ടിട്ടതിന് ശേഷം. അപ്പോൾ അത് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല രുചിയുണ്ട്, ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾ വാങ്ങി തണ്ണിമത്തൻ വാങ്ങി ഇതേമാതിരി ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇതിൻ്റെ ഐസ് ഉണ്ടാക്കണ മോഡുണ്ടല്ലോ, ഇത് മോഡ് നമുക്ക് ഈ സ്റ്റേഷനറി കടയിലൊക്കെ ഉണ്ട്, അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെ ആണത്. അപ്പോൾ അതിൽ മിക്സിയിൽ തണ്ണിമത്തനൊക്കെ വെട്ടിയിട്ട് അടിച്ച് ജ്യൂസാക്കിയിട്ട് ആവശ്യത്തിനുള്ള നട്ട്സൊക്കെ വേണമെങ്കിൽ ഇടാം നമുക്ക് അടിക്കുമ്പോൾ. അതിന് ശേഷം മോഡിലൊഴിച്ച് ഫ്രീസറിൽ 24 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്ത് നമുക്ക് കഴിക്കാം. നല്ല ഈ തണുപ്പത്തൊക്കെ ഈ തണുപ്പത്തല്ല, ഈ ചൂട്ടത്തൊക്കെ കഴിക്കാനായിട്ട് നല്ല തണവായിരിക്കും. അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കിക്കോളൂ. ടാറ്റ, ബൈ ബൈ.